ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പഴയ ഹോസും അതുപോലെ ചിരട്ടയും കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്ററിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ളൊരു പഴയ ഹോസ് കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി കുറച്ച് ചൂടിക്കയറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഹോസുമ്മേ ഈ കയറ് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഞാൻ ചൂടിക്കയറ് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെയുള്ള ചിരട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഓൾറെഡി ഞാൻ ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഡ്രില്ലറില്ലാതെ ചിരട്ടയ്ക്ക് എങ്ങനെ ഹോൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഇനിയിപ്പം ഹോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്തതായിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിരട്ടയുടെ ഈ ഭാഗം വരെ ഞാനിപ്പോൾ കയറ് ചുറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 ചിരട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഹോസ് ഉണ്ടല്ലോ, അതൊരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഹോസിൻ്റെ രണ്ടറ്റത്തുള്ള ഈ ഒരു ഹോളിലൂടെ ചൂടിക്കയറിങ്ങനെ ഇട്ടിട്ട് നമ്മളൊരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുക. ഇനി ഇതുപോലെയുള്ളൊരു ടാങ്കീസ് എടുത്തിട്ട് ഈ ഒരു ചിരട്ടയും ഹാങ്ങർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുള്ള ആ ഹോളിലൂടെ ഈ ടാങ്കീസ് ഇട്ടിട്ട് നമുക്കൊരു ഹാങ്ങർ പോലെ ഇത് ആക്കിയെടുക്കാം. ഇനി ഹാങ്ങർ പോലെ ആക്കിയെടുത്ത ആ ചിരട്ട ഈ ഒരു ഓസുമ്മ നമുക്ക് നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ആ 2 ചിരട്ടകളും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റർ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ചിരട്ടകളിലൊക്കെ പോട്ടി മിക്സ് നിറച്ചിട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഹോസിൻ്റെ രണ്ടറ്റത്തും പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ട് അതിലും ജസ്റ്റ് ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നോർമൽ മണി പ്ലാന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതായ കയറും ഇങ്ങനെ പടർന്ന് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.